മക്കളെ, ഞാൻ നിങ്ങളുടെ ഇമ്മാനുവൽ സാറാണ്. അപ്പം എല്ലാവരും ഓണം എക്സാമിന് ഇപ്പം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഓണം എക്സാമിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് എന്താ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. ഈ പാഠത്തിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എന്താ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വേഗം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ. എ ബോയ് റൺസ് ഡൗൺ എ ട്രാക്ക് 200 meter long and returns to the starting point in 40 seconds. അങ്ങനെയാണെങ്കിൽ what is the distance traveled by the child? What is the displacement of the child? What is the child speed? What is his velocity? ഇങ്ങനത്തെ ചോദ്യം സ്ഥിരമാടാ, 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ഇത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ എന്താ, നമ്മൾ വെറുതെ കളയണ്ട. എളുപ്പമാണ്. നോക്കിക്കോ, ആ കുട്ടി ഓടുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതാടാ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ആ കുട്ടി ഓടുന്ന ട്രാക്ക്. അപ്പൊ നോക്കിക്കോ, ആ കുട്ടി ഓടുന്ന എത്രയാ, ഈ ട്രാക്കിന്റെ ആകെയുള്ള നീളം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, 200 meter ലോങ് ആന്ന് പറഞ്ഞു. അതായത് എന്താ, ഈ ട്രാക്കിന്റെ ആകെ നീളം അല്ലെങ്കിൽ ഈ കുട്ടി സഞ്ചരിക്കാൻ പോണ പാതയുടെ ആകെ നീളമാണ് എന്ത്. നോക്കിയോ, 200 meter അല്ലേ, 200 meter. നോക്കിക്കോ, ഈ ട്രാക്ക് ഇതാ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പം 200 meter എന്തായി ഉണ്ടാവും, 200 meter സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ. നോയിക്കോ. അപ്പൊ വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്? കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയായിരിക്കും? വേഗം പറഞ്ഞേ. 200 meter ആണ് ഈ ട്രാക്കിന്റെ നീളം. അപ്പം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാൽ എന്താടാ, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. അത് എത്രയാ? അതാ ഈ 200 meter അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാ? വേഗം പറഞ്ഞേ. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് 200 meter ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ, 200 meter ആയിരിക്കും. ഇല്ലല്ലോ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? സഞ്ചരിച്ച പാതയുടെ ആകെ നീളം അല്ലെ. ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. അപ്പൊ ട്രാക്കിന്റെ നീളം എന്ന് പറഞ്ഞാൽ 200 meter ആണ്. അപ്പൊ സഞ്ചരിച്ച് കഴിയുമ്പോൾ ആ സഞ്ചരിച്ച പാതയുടെ ആകെ നീളം എത്രയാ? 200 meter. സംശയമൊന്നുമില്ല. ഞാൻ അടുത്ത ചോദ്യം നോക്കിക്കോ. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചൈൽഡ്? കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കുന്നു? അതെങ്ങനെ പറയാ? തുടങ്ങിയ സ്ഥലം അവിടെ, അവസാനിപ്പിക്കുന്ന സ്ഥലം എവിടെ തന്നെയാ? ഒരു റൗണ്ട് ഓടിയിട്ട് തിരിച്ച് ഇവിടെ വരുമ്പം അവസാനിപ്പിക്കുന്ന സ്ഥലവും അത് തന്നെയാവുക അല്ലെ. അപ്പൊ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? വേഗം പറഞ്ഞ. ഡിസ്പ്ലേസ്മെന്റ് 0 meter ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ക്ലിയർ. ഇനി അടുത്ത് നോക്കിക്കോ. വാട്ട് ഇസ് ദ ചൈൽഡ് സ്പീഡ്? കുട്ടിയുടെ വേഗത എത്രയാണ്? അതെങ്ങനെ കാണുക? സ്പീഡ് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു. വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരം ബൈ സമയമായിരുന്നു. അപ്പൊ നോക്കിക്കോ, എത്ര ഡിസ്റ്റൻസ് ആണ് ആ കുട്ടി സഞ്ചരിച്ചേ? 200 meter ആണ്. എത്ര സമയം കൊണ്ട് സഞ്ചരിച്ചത് തന്നിട്ടുണ്ട്? നോക്കിക്കോ, 40 seconds, 40 സെക്കൻഡ് കൊണ്ട് അല്ലേ. അപ്പൊ സമയം നമുക്ക് തന്നിട്ടുണ്ട് 40 സെക്കൻഡ് ആണ്. 200 meter സഞ്ചരിക്കുന്നത് 40 സെക്കൻഡ് സമയം എടുത്തിട്ടാണ്. അപ്പൊ നോക്കിക്കോ, അപ്പം സ്പീഡ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാടാ? 200 meter ബൈ എടുത്ത സമയം എത്രയാ? 40 സെക്കൻഡ്. അപ്പൊ എത്രയാണ് സ്പീഡ്? ഇത് ഡിവൈഡ് ചെയ്താൽ പോരെ. ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം. എത്ര കിട്ടുക? നോക്കിക്കോ, എത്ര കിട്ടുക? 5 meter per second അല്ലേ കിട്ടുക. സ്പീഡ് എത്രയാണ്? 5 meter per second. ക്ലിയർ അല്ലേ? എളുപ്പല്ലേ? ഞാൻ അടുത്ത ചോദ്യം നോക്കിക്കോ. വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ചൈൽഡ്? എത്രയായിരിക്കും ആ കുട്ടിയുടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം? അതെങ്ങനെ കാണുക? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരുന്നു അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ? 0 ബൈ സമയമായ 40 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 0 തന്നെയല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0 meter per second. ക്ലിയർ അല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താണ് പരീക്ഷയ്ക്ക് വരാം കേട്ടോ. നോക്കിക്കോ. ഇനി അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ടേബിൾ, ഡ്രോ ദ ഗ്രാഫ് യൂസിങ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ. അതേപോലെ എന്താ, ബൈ വാട്ട് നെയിം ഇസ് ദിസ് ഗ്രാഫ് നോൺ? ഫ്രം ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്ട്സ് വെലോസിറ്റി. മലയാളത്തിൽ വേണ്ടേ? മലയാളത്തിൽ നോക്കിക്കോ. പട്ടിക നിരീക്ഷിക്കുക, പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഗ്രാഫ് ചിത്രീകരിക്കുക. അത് നമുക്ക് കുഴപ്പമില്ല. ഈ ഗ്രാഫ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതേപോലെ എന്താടാ, ലഭിച്ച ഗ്രാഫിന്റെ ആകൃതിയിൽ നിന്നും വസ്തുവിന്റെ പ്രവേഗത്തിന്റെ പ്രത്യേകത എഴുതുക. നോക്കിക്കോ, വരയ്ക്കല്ലെന്നാ ഗ്രാഫ്. നോക്കിക്കോ. അപ്പൊ നമുക്ക് എന്താണ്, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ടൈമും തന്നിട്ടുണ്ട്, പൊസിഷനും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ഥാനവും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്ത് ഗ്രാഫ് ആയിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക? സ്ഥാന സമയ ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫാ. അറിയാലോ. അപ്പൊ ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ ആരായിരിക്കും വൈയിൽ വരിക? വൈ ആക്സിസിൽ ആരായിരിക്കും വരിക? പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം അല്ലേ. വൈ അക്ഷത്തില് സ്ഥാനമായിരിക്കും വരിക. എക്സ് ആക്സിസിൽ എന്തായിരിക്കും വരിക? ടൈം അല്ലെങ്കിൽ സമയം. അറിയുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങാം. നോക്കിക്കോ. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം? സ്കെയിൽ എന്ന് പറഞ്ഞ സംഭവം അറിയണ്ടേ. സ്കെയിൽ നമുക്ക് എഴുതാം. സ്കെയിൽ പറഞ്ഞാലേ ഗ്രാഫ് വരയ്ക്കുന്നതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ സ്കെയിൽ എങ്ങനെ എഴുതുക? നോക്കിക്കോ, എക്സ് ആക്സിസിൽ നമ്മൾ ആരെയാ മാർക്ക് ചെയ്യാൻ പോണേ? പൊസിഷൻ ടൈം ഗ്രാഫ് ആണല്ലോ ഇത്. നോക്കിക്കോ, പൊസിഷനും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാനവും തന്നിട്ടുണ്ട്,
സമയം തന്നിട്ടുണ്ട്. അപ്പൊ സ്കെയിൽ എങ്ങനെ എഴുതുക പറഞ്ഞേ? എക്സ് അക്ഷത്തിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? എന്തിനു തുല്യമായിരിക്കും പറഞ്ഞേ? 2 സെക്കൻഡിന് തുല്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കുഴപ്പമില്ലല്ലോ. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡിന് തുല്യമായിട്ട് സാർ എടുക്കുകയാണ്. ഇനിയിപ്പോൾ വൈ ആക്സിസിൽ എന്താടാ? വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്താക്കിയിട്ട് എടുക്കേണ്ടി വരും പറഞ്ഞേ? 5, 10, 15, 20, 25 ഇതൊക്കെ പോകണമെങ്കിൽ എങ്ങനെ ആക്കിയിട്ട് എടുക്കേണ്ടി വരും പറഞ്ഞേ? വൈ അക്ഷത്തിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്ററിന് തുല്യമായിട്ട് ഞാൻ എടുക്കുക. കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാ വാല്യൂസും ഈ ഗ്രാഫിൽ കൊള്ളിക്കാം. ഇനി നോക്കിക്കോ, ഗ്രാഫ് വരയ്ക്കുന്ന ചടങ്ങാണ്. ഇതാ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോ. ഇപ്പൊ എന്തായി? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു അല്ലെ? എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു. എക്സ് ആക്സിസിൽ ആരായിരിക്കും ഇവിടെ ഉണ്ടാവുക? ടൈം അല്ലെങ്കിൽ എന്താ? സമയം. ടൈം അല്ലെങ്കിൽ സമയം. സംശയമില്ലല്ലോ, എളുപ്പല്ലേ? ഇനി വൈ ആക്സിസിൽ ആരായിരിക്കും വരിക? പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് അറിയുന്ന കാര്യം. ഇനി നോക്കിക്കോ, വരച്ചു തുടങ്ങിക്കോ. ഗ്രാഫിലേക്ക് വരയ്ക്കാം. ആദ്യം ഈ ഒറിജിന്റെ പോയിന്റ് എന്താ? ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, 0,0 ആയിരിക്കും ഒറിജിനിലുള്ള പൊസിഷൻ. ഓക്കെ, 0,0 ഇതാ ഒറിജിൻ. ഇനി നോക്കിക്കോ, ഒറിജിൻ എല്ലാ വാല്യൂസും നമുക്ക് എഴുതി നോക്കണ്ടേ? ഇതാ നോക്കിക്കോ, എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡിന് തുല്യമാണ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ എന്ത് മാർക്ക് ചെയ്യാടാ? 2 സെക്കൻഡ്. അപ്പൊ ഇനി അടുത്ത 1 സെക്കൻഡ് കഴിയുമ്പോൾ 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ എത്ര സെക്കൻഡ് ആയി ഉണ്ടാവും? ഇതാ ഇവിടെ 4 സെക്കൻഡ് ആയി ഉണ്ടാവും, ഇവിടെ 6 സെക്കൻഡ് ആയി ഉണ്ടാവും, ഇവിടെ 8 സെക്കൻഡ് ആയിട്ടുണ്ടാവും, ഇവിടെ 10 സെക്കൻഡ് ആയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ എന്താ? ഈ എക്സ് ആക്സിസിൽ സാറ് വരച്ചു. ഇനി വൈ ആക്സിസിൽ എന്തൊക്കെ വരയ്ക്കണം നോക്കിക്കോ? 5, 10, 15, 20, 25 അതൊക്കെ മാർക്ക് ചെയ്യണ്ടേ? നോക്കിക്കോ, വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്ററിന് തുല്യ അല്ലെ? വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്ററിന് തുല്യ. നോക്കിക്കോ, അപ്പൊ ഇത് 5 മീറ്റർ ആണ്, ഇത് 10 മീറ്റർ ആണ്, ഇത് 15 മീറ്റർ ആണ്, ഇത് 20 മീറ്റർ ആണ്, ഇത് 25 മീറ്റർ ആണ്. സിമ്പിൾ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് ഒക്കെ ഈ ഗ്രാഫിൽ എന്താടാ? ഈ ഗ്രാഫിൽ ഇങ്ങനെ നോക്കുക എവിടെയുള്ളതെന്ന് നോക്കിക്കോ. 2 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ 5ലാണ്. അത് എവിടെയാ വരിക? 2 സെക്കൻഡിൽ പൊസിഷൻ 5 വരുന്ന എവിടെയാടാ? നോക്കിക്കോ, 2 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ 5. ഇതാ ഇവിടെ എല്ലാ പോയിന്റ് വരിക. ഇനി നോക്കിക്കോ, 4 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ 10ലാണ്. 4ാമത്തെ സെക്കൻഡിൽ ആ വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10ലാണ്. നോക്കിക്കോ, ഇങ്ങനെ പോയി ഇവിടെ വന്നു. ക്ലിയർ അല്ലേ? ഈ 6ാമത്തെ സെക്കൻഡിൽ ആ വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 15 മീറ്ററിലാണ്. 6ാമത്തെ സെക്കൻഡില് 15 മീറ്റർ. ഇതാ ഇനി നോക്കിക്കോ, 8ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ. 8ാമത്തെ സെക്കൻഡില് 20 മീറ്റർ. ലാസ്റ്റ് എന്താ? 10ാമത്തെ സെക്കൻഡിൽ 25 മീറ്റർ. 10ാമത്തെ സെക്കൻഡില് 25 മീറ്റർ. ഇനി ഇതിങ്ങനെ വരച്ചു നോക്കിയാ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നോക്ക്. നമുക്ക് എന്താ കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പം നിങ്ങൾ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കണം. ഒരു ഗ്രാഫിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതാ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ചെരിവുള്ള നേർരേഖ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്തോ ഒരു ക്വാണ്ടിറ്റി യൂണിഫോം ആവാൻ പോവാ. അത് മനസ്സിലാക്കി വെച്ചോ. ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് നമുക്ക് എന്താന്ന് എടുത്തരിക പറഞ്ഞേ? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ് കിട്ടുക? പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്ഥാന സമയ ഗ്രാഫിന്റെ ചെരിവ് എന്താ കിട്ടുക? വേഗം പറഞ്ഞേ. വെലോസിറ്റി ആണ് കിട്ടുക. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് കിട്ടുക. സംശയമൊന്നുമില്ലല്ലോ. വെലോസിറ്റി അല്ലെ പ്രവേഗം കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പം നോക്കിക്കോ, ഇങ്ങനെ ഒരു ചെരിവുള്ള നേർരേഖ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ക്വാണ്ടിറ്റി യൂണിഫോം ആവാൻ പോവാ. ഇതിന്റെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി എന്ന് അറിയാലോ. അപ്പൊ എന്താണ് യൂണിഫോം ആവാൻ പോകുന്നത്? ഇത് യൂണിഫോം വെലോസിറ്റി ആവാൻ പോവാ. എന്താണ്? യൂണിഫോം വെലോസിറ്റി. സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാൻ എളുപ്പമായില്ലേ? ഡ്രോ ദ ഗ്രാഫ് യൂസിങ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ. നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു, സ്കെയിൽ നമ്മൾ തീരുമാനിച്ചു, നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി എന്താ? ബൈ വാട്ട് നെയിം ഇസ് ദിസ് ഗ്രാഫ് നോൺ? വൈ ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമും ആണെങ്കിൽ ഈ ഗ്രാഫിന്റെ പേരെന്താടാ? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സ്ഥാന സമയ ഗ്രാഫ്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നോക്കിക്കോ, ഫ്രം ദീസ് ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഒബ്ജക്ട്സ് വെലോസിറ്റി? വെലോസിറ്റി എന്താടാ? യൂണിഫോം വെലോസിറ്റി അല്ലേ? നോക്കിക്കോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒറിജിൻ ഒരു സ്ട്രെയിറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? ഏതോ ഒരു ക്വാണ്ടിറ്റി യൂണിഫോം ആവാൻ പോവാന്ന് അർത്ഥം. അപ്പം ഈ ക്വാണ്ടിറ്റി ഏതാ? ഈ സ്ലോപ്പ് എന്തിനാ സൂചിപ്പിക്കുന്നത് പറഞ്ഞേ? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമായിരിക്കും. അപ്പം യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗമാണ് എന്ത് ഇത് സൂചിപ്പിക്കുന്നത്? എന്താണ്? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ചോദ്യം എന്താടാ? പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ എന്താണ് 1 ഷോട്ട് ലൈവുകളിലൊക്കെ നമ്മൾ ഈ ചോദ്യം ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇതാ നോക്കിക്കോ. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 20 seconds. നല്ല സാധ്യതയുള്ള ചോദ്യം. നോക്കിക്കോ, ഒരു കാർ വേഗം നോക്കിയേ. ഒരു കാർ എന്താടാ റെസ്റ്റിൽ നിന്ന് തുടങ്ങാണ്. റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങാണ്. ഇത് തുടങ്ങിയിട്ട് എന്താ യൂണിഫോം ആക്സിലറേഷനിൽ പോവാണ്. അതായത് ആക്സിലറേഷന്റെ വില മാറാണ്ട് ഇങ്ങനെ പോവാ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 20 seconds. അതായത് 200 മീറ്റർ ഡിസ്റ്റൻസ് 20 സെക്കൻഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതി നോക്കാം. തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എഴുതാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താവാൻ പോവാടാ? 0 പോവാ. അത് നമുക്ക് അറിയുന്ന കാര്യം അല്ലേ? ഇനി നമുക്ക് വേറെ എന്ത് സാധനം തന്നിട്ടില്ലേ? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടല്ലേ. നോക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. കാരണം നീങ്ങാൻ പോണ ആ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അത് എത്രയാ? 200 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ്, ഈ 200 മീറ്റർ നീങ്ങാനുള്ള സമയം തന്നിട്ടുണ്ട്. അത് എത്രയാ? 20 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറഞ്ഞ എന്താടാ? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് കാണാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആ പ്രശ്നം ഇപ്പൊ തന്നെ കഴിയും. നോക്കിക്കോ, യു ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതൊക്കെയാ? V is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. അപ്പോൾ നോക്കിക്കോ, v is equal to u plus at ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് v അറിയില്ല. പിന്നെ v square is equal to u square plus 2as അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് v അറിയില്ല. പക്ഷെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? s is equal to ut plus half at square ഉപയോഗിച്ചിട്ട് നമുക്ക് a കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. നോക്കിക്കോ, s is equal to ut plus half at square. നോക്കി വേഗം ചെയ്യാം. എസ് എത്രയാടാ? 200 അല്ലേ? 200 is equal to u എത്രയാ? 0 ഇൻറ്റു ടി ആയിട്ടുള്ള 20. ഇതാ 0 ഇൻറ്റു 20. ആ വാല്യൂ എന്തായടാ? കട്ടായി പോവും. അത് കാര്യമില്ല ഇവിടെ. പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. എ നമുക്ക് അറിയില്ല, എ അവിടെ ഇട്ട് കൊടുക്കുക. ഇൻറ്റു ടി സ്ക്വയർ. ടി എത്രയാടാ? നോക്കിക്കോ, ടി എത്രയാ? 20 അല്ലേ? 20ന്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ബാക്കി ചെയ്തോ. 200 is equal to ഈ ടേം എന്താടാ? 0 പോയി. അപ്പൊ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 20ന്റെ സ്ക്വയർ. അതായത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 20ന്റെ സ്ക്വയർ എത്രയാ പറഞ്ഞേ? 400 ആണല്ലേ? 400. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? ഈ 2 ഈ 400 കട്ടായി പോയി അല്ലേ? 400 എത്ര പ്രാവശ്യം പോകും? 200 ടൈംസ് പോകും അല്ലേ? ഇന്ന് നോക്കിക്കോ, എ ഇസ് ഈക്വൽ ടു എന്താടാ? 200 ഡിവൈഡ് ബൈ 200. അപ്പൊ എത്ര കിട്ടുക? 200 ബൈ 200 എത്രയാ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താടാ? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. ഇങ്ങനത്തെ ചോദ്യം എന്താടാ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം. If an object starts from rest with an acceleration of 2 meter per second square, what will be the velocity of the object after 10 seconds? സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻസിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടില്ല, ആദ്യം നമ്മൾ ഫിഗർ വരച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് നോക്കിക്കോ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും വിചാരിക്കും ആ ഒബ്ജക്റ്റ് കാറാന്ന് വിചാരിച്ച്. ഓക്കെ, റെസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ അപ്പം മനസ്സിലാക്കണം, യു എന്ന് പറയുന്ന സാധനം 0 ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ സഞ്ചരിക്കാൻ പോകുന്ന ആക്സിലറേഷൻ എത്രയാടാ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചെന്താ? വാട്ട് വിൽ ബി ദ വെലോസിറ്റി? എന്ത് വെലോസിറ്റി ആയിരിക്കും? ഫൈനൽ വെലോസിറ്റി ആയിരിക്കില്ലേ? ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയാലോ. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ആഫ്റ്റർ 10 seconds? 10 സെക്കൻഡ് സമയം കഴിയുമ്പോൾ ഈ ആക്സിലറേഷനിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി ആയ വി എത്രയായിരിക്കും എന്നാ ചോദിച്ചത്. നോക്കിക്കോ, ഇതല്ലേ നമ്മളോട് പറഞ്ഞേ. വി നമ്മൾ കണ്ടുപിടിക്കണം. എ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? വി അറിയാം, എ അറിയാം, ടി അറിയാം, യു അറിയാം. ഏതാണ് ഇക്വേഷൻ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? അതിലിട്ട് കൊടുത്താൽ പോരെ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പൊ എത്ര കിട്ടുക? വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യുവിന്റെ വില എത്രയാ? 0 പ്ലസ് എ ടി. എയുടെ വില എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഇൻറ്റു ടൈം എത്രയാടാ? 10 സെക്കൻഡ് അല്ലേ? 10 സെക്കൻഡ്. അപ്പൊ വി എന്ന് പറയുന്ന വാല്യൂന്റെ സാധനത്തിന്റെ വില എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ എത്ര ആയിരിക്കടാ? 0 പ്ലസ് 20 അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്താടാ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി. നമ്മൾ കണ്ടുപിടിക്കേണ്ട വെലോസിറ്റി എന്താ? കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ആഫ്റ്റർ 10 seconds? എത്രയായിരിക്കും വെലോസിറ്റി? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്കിക്കോ. The velocity time graph of an object in straight line motion
is given. Identify the regions of the graph where the object is moving with acceleration. ആക്സിലറേഷനിൽ ഈ വസ്തു സഞ്ചരിക്കുന്ന ഏത് ഇന്റർവെല്ലായിരിക്കും? അതേപോലെ യൂണിഫോം വെലോസിറ്റി ഏത് ഇന്റർവെല്ലായിരിക്കും? അതേപോലെ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അത് ഏത് ഇന്റർവെല്ലായിരിക്കും? അതെങ്ങനെയാണ് കാണുക? എളുപ്പമാണ്, ഇത് എളുപ്പമാണ്. ഇങ്ങനത്തെ ഗ്രാഫ് എന്താടാ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം എന്താടാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആക്സിലറേഷൻ എവിടെയാണ് ഉണ്ടാവുന്നത്, റിട്ടാർഡേഷൻ എവിടെയാണ് ഉണ്ടാവുന്നത്, അതേപോലെ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം അത് എവിടെയാണ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. വേഗം കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഈ ആക്സിലറേഷൻ എവിടെയാണുള്ളത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെലോസിറ്റി കൂടുതലായിരുന്നു അല്ലേ? A is equal to v minus u by t. ത്വരണം A is equal to v minus u by t. അപ്പൊ v ഇങ്ങനെ കൂടണം അല്ലേ? അതായത് ആദ്യ പ്രവേഗം കുറവും അന്ത്യപ്രവേഗം കൂടുതലാകുമ്പോഴാണ് ഇത് ആക്സിലറേഷൻ അല്ലേ? അതായത് വെലോസിറ്റി ഇങ്ങനെ കൂടണം. വെലോസിറ്റി ഇങ്ങനെ കൂടുകയാണെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ. ഇവിടെ വെലോസിറ്റി സമയത്തിനനുസരിച്ച് കൂടുന്ന ഏതല്ലാടാ? ഇവിടെയല്ലേ? ഇവിടെയല്ലേ? നോക്കിക്കോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ നോക്കിക്കോ വെലോസിറ്റി 0 നിന്ന് 4 സെക്കൻഡിലേക്ക് എത്തുമ്പോഴല്ലേ വെലോസിറ്റി കൂടുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവുന്നത് ഇവിടെയല്ലേ? ആക്സിലറേഷൻ ഇവിടെയല്ലേ ഉണ്ടാവുന്നത്? അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവുന്നത് എവിടെയാടാ? 0 സെക്കൻഡിൽ നിന്ന് 4ാമത്തെ സെക്കൻഡ് വരെ സഞ്ചരിക്കുമ്പോഴാണ് എന്ത്? ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഈ ഭാഗം ഇവിടെയാണ് എന്തുണ്ടാവുന്നത്? ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. ആക്സിലറേഷൻ. ഇനി യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എവിടെയാണ് ഉണ്ടാവുന്നത്? സമപ്രവേഗം അല്ലെ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? വെലോസിറ്റി മാറാണ്ടിരിക്കുക, സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറാണ്ടിരിക്കുക. അത് എവിടെയാണ് ഉണ്ടാവുക? സമയം പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറാണ്ട് നിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ ഈ ഗ്രാഫ് കാണുന്നുണ്ട്. എവിടെയാ? ഇവിടെ അല്ലേ? നോക്ക്, സമയം ഇങ്ങനെ പോകുന്നുണ്ട്, എന്നാൽ വെലോസിറ്റിക്ക് എന്താ മാറ്റം ഉണ്ടോ? ഇല്ല. വെലോസിറ്റി ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ? വെലോസിറ്റിക്ക് മാറ്റമില്ല. അപ്പൊ പറഞ്ഞ യൂണിഫോം വെലോസിറ്റി എവിടെയാണ് ഉണ്ടാവുന്നത്? ഇവിടെയാണ് എന്ത്? യൂണിഫോം വെലോസിറ്റി ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലടാ? അല്ലെങ്കിൽ സമപ്രവേഗമുള്ളത്. സംശയമില്ലല്ലോ. നോക്കിക്കോ, വേണമെങ്കിൽ 4 സെക്കൻഡ് ടു 8 സെക്കൻഡ് അല്ലെ? 4 സെക്കൻഡിന്റെ 8 സെക്കൻഡിന്റെ ഇടയ്ക്കാണ് എന്ത്? ഈ യൂണിഫോം വെലോസിറ്റി ഉണ്ടാവുന്നത്. സംശയമില്ലല്ലോ. ഈ ലാസ്റ്റ് നോക്കിക്കോ, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ അല്ലെങ്കിൽ മന്ദീകരണം അതെവിടെയാണ് ഉണ്ടാവുന്നത്? പറഞ്ഞേ. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറയുന്നതാണ് എന്താടാ? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. സംശയമില്ലല്ലോ. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ ആയിരുന്നു അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വൺ ഷോട്ടിലും എന്താണ് നമ്മളുടെ ലൈവിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന്റെ വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ നോക്കിക്കോ, സമയം പോണതിനനുസരിച്ച് ഒരു വസ്തുവിന്റെ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ആ ഭാഗം എന്താ? ഇതെന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ? ഡീസിലറേഷൻ അല്ലെങ്കിൽ പറഞ്ഞേ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അല്ലേ? അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ക്ലിയർ അല്ലേ? ഈ ചോദ്യം എന്താടാ പരീക്ഷയ്ക്ക് എന്തായാലും വരും. നോക്കിക്കോ, ക്ലിയർ ആണല്ലോ? ഏതാ ടൈം ഇന്റർവെൽ കൂടെ എഴുതിക്കോ. 8 സെക്കൻഡിന്റെയും 10 സെക്കൻഡിന്റെയും ഇടയിൽ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പം നല്ല വൃത്തിക്ക് ഈ പാഠം പഠിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ.